മൻ യശ്ഫഅ ശഫാഅതൻ ഹസനതൻ യകുൽ ലഹു നസീബും മിൻഹാ. ഒരു ഹസനത്തായ ശഫാഅത്ത് ഒരാൾ ചെയ്ത് ഒരാൾക്കൊരു ഒത്താശ ചെയ്ത് കൊടുക്കുന്നു, എന്നാൽ ആ ഹസനത്തിൽ നിന്നുള്ള അതിൽ ഒരു നസീബ് ഇവന് കിട്ടും. ഏതാണത്? സവാബ്, ഷഫാഅത്തിൻ്റെ സവാബ് കിട്ടും. ഷഫാഅത്തുൽ ഹസനത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഷഫാഅത്തിന് കൈത് കൊടുത്തില്ല, ഷഫാഅത്തൻ ഹസനത്തൻ. അത് ഹിയല്ലത്തി റൂഇയ ബിഹാ ഹഖ് മുസ്ലിമിൻ. അതിൽ ഒരു മുസ്ലിമിന് കിട്ടേണ്ടെന്ന ഹക്ക് പരിഗണിക്കപ്പെട്ടാൽ എന്താകും? ഷഫാഅത്തുൽ ഹസനത്ത് എന്ന് പറയും. അത് പക്ഷെ എന്തുണ്ട്? വബുത്തുഖിയ ബിഹാ വജ്ഹുല്ലാഹ്. അതുകൊണ്ട് അള്ളാഹിൻ്റെ വജഹ് ഉദ്ദേശിക്കുമ്പോഴും അപ്പോൾ ഒരു മുസ്ലിമിൻ്റെ ഹക്ക് അതിൽ പരിഗണിക്കപ്പെടുക, അത് കിട്ടണമെന്നുള്ളത് ഇഖ്ലാസോടു കൂടിയാണ്. വക്കാനത്ത് ഫി അംരിൻ ജായിസിൻ, ജായിസായ കാര്യത്തിലായിരിക്കും വേണം, ജായിസല്ലാത്ത കാര്യത്തിൽ പറ്റില്ല. ലാ ഫി ഹദ്ദിൻ മിൻ ഹുദൂദില്ലാഹി തആല, അല്ലാഹു തആല തീരുമാനിച്ച ഒരു ഹദ്ദ് ഒഴിവാക്കാൻ വേണ്ടി ശഫാഅത്തില്ല. കട്ടോനെ കൈ മുറിക്കണമെന്ന് ഹദ്ദുണ്ടല്ലോ, അത് മുറിക്കരുതെന്ന് ശഫാഅത്ത് ചെയ്തിട്ട് ഇട്ടിട്ട് കാര്യമില്ല. അപ്പം ഇനി നേരെ എതിരാ പറയുന്നത്. വമൻ യശ്ഫഅ ശഫാഅതൻ സയ്യിഅതൻ, സയ്യിഅത്തായ ശഫാഅത്താണോളെ ചെയ്തെങ്കിൽ എന്ന് വെച്ചാലോ ഒരു മുസ്ലിമിൻ്റെ ഹക്ക് കളഞ്ഞു കുളിക്കാനാണ്, അല്ലെങ്കിൽ അള്ളാഹിൻ്റെ വജഹിന് വേണ്ടിയല്ല, ജായിസായ കാര്യത്തിൽ ആയില്ല. അപ്പോൾ 3 കാര്യമില്ലേ? അപ്പോൾ വക്കാനത്ത് മാക്കാനത്ത് ബിഖിലാഫിൽ ഹസന, ഹസനത്തിൻ്റെ പറഞ്ഞതിന് വിരുദ്ധമാണ്. യകുല്ലഹു കിഫിലും മിൻഹ, ആ സയ്യിഅത്തിൽ നിന്നുള്ള ഒരു കിഫിലും അവനുണ്ടാവും. നസീബൻ മിൻ ബിസ്രിഹാ, സയ്യിഅത്തുണ്ടെന്നാകുന്ന തെറ്റില്ലേ, എന്നാൽ മറ്റോനിക്ക് കുറക്കുമോ? അതില്ല. മിൻ ഗൈരി യൻഖുസ മിൻ ഷൈഇൻ, അതിൽ ഒന്നും കുറക്കലും ഉണ്ടാവില്ല. വഅൻ മസ്റൂഖിൻ അന്നഹു ശഫഅ ശഫാഅതൻ ഫഉഹദിയ ഇലൈഹിൽ മശ്ഫൂഉ ലഹു ജാരിയതൻ ഫഗളിബ വറദ്ദഹാ. മസ്റൂഖ് എന്നവർ ഒരു ശഫാഅത്ത് ചെയ്തു, എന്നിട്ടോ ആ മശ്ഫൂഉ ലഹു അഹ്ദാന്നല്ലേ, അഹ്ദ, ഈ മശ്ഫൂഉൽ ശഫാഅത്ത് കിട്ടിയ ആളുണ്ടല്ലോ, അദ്ദേഹം ഒരു നന്ദി എന്ന നിലക്ക് ഒരു ജാരിയത്തിനെ മൂപ്പർക്ക് ഹദിയ ചെയ്തു. അഹ്ദ ഹദിയ ചെയ്തു. മൂപ്പർ ദേഷ്യം പിടിച്ചു, ഓ എൻ്റെ കൂലി കളയാനാ ഇങ്ങനെ വന്നു, റദ്ദഹ മടക്കി കളഞ്ഞു. വഖാല ലൗ അലിംതു മാ ഫീ ഖൽബിക, നിന്റെ കൽബിലുള്ള ഞാൻ നേരത്തെ അറിഞ്ഞെങ്കിൽ അമാ തകല്ലംതു ഫീ ഹാജതിക, നിന്റെ ആദത്തിൽപ്പെട്ട് ഞാൻ സംസാരിക്കില്ലായിരുന്നു എന്നാ പറഞ്ഞു. ഇത് വാങ്ങിയിട്ട് എൻ്റെ കൂലി കളഞ്ഞില്ലേ, സ്വീകരിക്കില്ല എന്ന് പറഞ്ഞു. അതാണ് തീർന്ന്. അപ്പോൾ അവരുടെ ആ ഇഖ്ലാസിൻ്റെ ഉദ്ദേശം. വമിൻ ബലാഗാത്തി ദമഖ്ശരീൻ്റെ ബലാഗത്താണ് ഷൈആനി, പിന്നെ ഷൈനാനി, ഷൈനാനി 2 കാര്യം മനുഷ്യൻ്റെ കലയാണ്. കല എന്ന് പറഞ്ഞാൽ ഒരു ഐബ്. അശ്ശഫാഅത്ത് ഫിൽ ഹുദൂദ്, ഹദ്ദുകൾ ശഫാഅത്ത് ചെയ്ത് ഷൈനാൻ. മറ്റൊന്നോ ഒരു റിശ്വത്ത് ബിൽ അഹ്കാമിൽ കൈക്കൂലി വാങ്ങലും. ഇതൊരു മനുഷ്യൻ്റെ അഭിമാനത്തിന് കോട്ടം പറ്റുന്ന സാധനം. കാരണം ഹദ്ദുകൾ ശഫാഅത്തില്ലല്ലോ. വബിൽ ജുംലത്തി യംബഗി ലിൽ മുഅ്മിനി, മുഅ്മിന് അനിവാര്യമാണ് അൻ യശ്ഫഅ ലിൽ ജാനി, ജാനിക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യുക. അവർ തെറ്റ് സംഭവിച്ച ആൾ ആരിലേക്ക്? ഇലൽ മജ്നിയാലി, ആരെ കൊള്ളയാണോ തെറ്റ് ഏറ്റത് അവനിലേക്ക് പോയിട്ട് നീ ഒന്ന് പൊരുത്തപ്പെട്ടു കൊടുക്കുമ്പോൾ പറഞ്ഞിട്ട്. ബൽ മിൻ ഹുഖൂഖിൽ ഇസ്ലാം, മിൻ ഹുഖൂഖിൽ ഇസ്ലാമി, ഇസ്ലാമിൻ്റെ ഹക്കിൽപ്പെട്ടതാണ് അൻ യശ്ഫഅ ലികുല്ലി മൻ ലഹു ഹാജത്തുൻ മിനൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളിൽപ്പെട്ട ഒരാൾക്ക് എന്തോ ഒരു ഹാജത്തുണ്ട്, അങ്ങനെ എല്ലാവർക്കും ശഫാഅത്ത് ചെയ്യുക. ആയിരിക്കും? ഇലാ മൻ ലഹു ഇൻദഹു മൻസില, ഇവൻ പോയിട്ട് പറഞ്ഞാൽ എന്താക്കും, എനിക്ക് നല്ല സീറ്റുണ്ട് പറഞ്ഞാൽ സ്വീകരിക്കും, അയാളടുത്തേക്ക് പോയിട്ട്. എന്നിട്ടോ വയസ്ആ ഫീ ഖളാഇ ഹാജത്തിഹി, അവൻ്റെ ഹാജത്ത് വീട്ടാൻ വേണ്ടി അധ്വാനിക്കുക. ബിമാ യഖ്ദിറു അലൈഹി, ആകാവുന്നതൊക്കെ ചെയ്യാം. വമിന ശഫാഅത്തിൽ ഹസനത്തിൽ പെട്ടതാണ് അദ്ദുആഉ ലിൽ മുസ്ലിമി, മുസ്ലിമിന് വേണ്ടി ദ്വാരക്കുക എന്നുള്ള അള്ളാഹിനോട് ചെയ്യുന്ന ശഫാഅത്തല്ലേ. ഇന്നാൾക്ക് രോഗം മാറ്റണേ, ഇന്നാളെ കാര്യം നടത്തി കൊടുക്കണേ എന്ന് പറയില്ലേ. കാരണം ഫൈന ശഫാഅത്തുന ഇലല്ലാഹി തആല, അള്ളാഹിനോടാ ശഫാഅത്ത്. വഅനിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ദആ ലി അഖീഹിൽ മുസ്ലിമി, മുസ്ലിമായ അഖിന് വേണ്ടി ഒരാൾ ദുആ ചെയ്ത് ബിലഹിൽ ഗൈബി, അവൻ്റെ അഭാവത്തിൽ, അവൻ്റെ സാന്നിധ്യത്തിലല്ല, ഉസ്തുജീബ ലഹു, എന്നാൽ ദുആ എന്ന വഴിക്ക് ഉത്തരം കിട്ടപ്പെടുകയാണ്.
വഖാല ലഹുൽ മലക്കു, ഒരു മലക്ക് പറയും, വലക്ക മിസ്ലു ദാലിക എന്ന് ദ്വാരക്കെന്ന് പറഞ്ഞില്ല, പണ്ട് എത്രയോ കേട്ടതാണ്. വകാന അല്ലാഹു അലാ കുല്ലി ഷൈഇൻ മുഖീതാ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിനും മുഖീത്ത് എന്ന് പറഞ്ഞാൽ മുഖ്തദിറാൻ, കഴിവുള്ളവനാണ്. അവൻ്റെ കഴിവിൻ്റെ മുമ്പിൽ അള്ളാഹിനെ മറികടക്കാൻ ആർക്കും കഴിയൂല. മുജാസിയൻ, പ്രതിഫലം കൊടുക്കുന്നവനുമാണ്. ബിൽ ഹസനത്തി വസ്സയ്യിഅത്തി, ഹസനത്ത് ചെയ്താൽ ഹസനത്തിൻ്റെ പ്രതിഫലം കൊടുക്കും, സയ്യത്ത് ചെയ്താൽ സയ്യത്തിൻ്റെ പ്രതിഫലം കൊടുക്കും. അതാണ് മുഖീത്ത്. മുഖീത്ത് ജർമ്മനി. ഇനി എങ്ങനെ സലാം പറയണം, സലാം ചെയ്യൽ എന്ത് മുടക്കണം, എന്നാക്കിയിട്ട് പൂക്കലാണോ വേണ്ടത് ട്ടോ എന്ന് പറയാൻ വേണ്ടി അതാ പറയാൻ പോകുന്നു. അപ്പം അങ്ങനെ ആയി മാറിയില്ല. വഴിക്ക് ചെല്ലാൻ തന്നെ തോന്നുന്നില്ല. എന്തിനാന്ന് ഈ കൂക്കും വിളിക്ക് കേൾക്കുന്നു. അല്ലെങ്കിൽ ഇപ്പം ഞാൻ ഒരു സലാം പറയാമെങ്കിൽ മടക്കുമെങ്കിൽ അന്നേരം സലാമിൻ്റെ ചാൻസും ഇല്ല. മടക്കൂപ്പ സലാം മടക്കി പോലും. ഞാൻ അമ്മയിലേക്ക് മുസ്ലാം എന്നാ പറഞ്ഞു. അവനൊക്കെ അവർ കടവും പറഞ്ഞു. وَإِذَا حُيِّيتُم بِتَحِيَّةٍ فَحَيُّوا بِأَحْسَنَ مِنْهَا أَوْ رُدُّوهَا, എന്തെങ്കിലും ഒരു തഹയ്യത്ത് നിങ്ങൾക്ക് നൽകപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്താക്കണം, ഫഹയ്യൂ, നിങ്ങൾ അങ്ങോട്ടും തഹയ്യത്ത് കൊടുക്കണം. അതാ രണ്ട് പോലെ, ഒന്ന് ബി ഹസന മിൻഹ, അതിനേക്കാണ് ഹസന്, മറ്റൊന്നോ ഔ റുദ്ദുഹ, അല്ലെങ്കിൽ തത്തുല്യമായിട്ട്. അപ്പോൾ ഏതാ ശരീഅത്തിൻ്റെ തഹയ്യത്ത്, ഏതാ തരീഖത്തിൻ്റെ തഹയ്യത്ത്? അത് ഹസന മിൻഹ തരീഖത്തിൻ്റെ. അപ്പോൾ അത് ഞാൻ മുകളിൽ കൊടുത്തത് ഏത് തരീഖത്ത്? ഇപ്പോൾ രണ്ടുണ്ട്. അതാ തരീഖത്ത്. അപ്പോൾ ഓതാൻ പോയിട്ട് എല്ലാ ബുദ്ധിയും പോയി പോയല്ലോ. തരീഖത്ത് മനസ്സിലാക്കി വെച്ചാൽ നല്ല കൊണ്ടിടത്തുമ്പോൾ എല്ലാം തട്ടിപ്പൊളിച്ച്. ഞാൻ ചോദിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് തരീഖത്തിൻ്റെ ആളാന്ന്? ഖാദിരിയായിരുന്നു, റിഫായി ആയിരുന്നു. എന്ത് പറഞ്ഞാൽ രക്ഷപ്പെടുന്നില്ല. ഖാദിരി എന്ന് പറയുമ്പോൾ ഖാദിരി എപ്പോൾ ഉണ്ടായിനി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്ത് ഹിജ്റ കഴിഞ്ഞിട്ട് 470 കൊല്ലം, 1000 കൊല്ലം ആയി. അതിലാ തങ്ങൾ കൂടുതൽ അത്ര തന്നെ കാലമായി റിഫായിക്കോ? അപ്പം മനസ്സിലാക്കിയാലേ എന്നല്ലോ പാകപ്പെട്ട് വന്നു. അപ്പോൾ ഫഹയ്യൂ ബി ഹസന മിൻഹ, അയാൾ തന്ന തഹയ്യത്തിനാക്കണം മുന്തിയത് കൊടുക്കണം എന്ന് പറയുമ്പോൾ അതാണ് തരീഖത്ത്. പിന്നെ അല്ലെങ്കിലോ തന്ന അത്രയെങ്കിലും കൊടുക്കണം. അതൊരു നീതിയാണല്ലോ. അപ്പോൾ രണ്ടായാലും ശരീഅത്ത് തന്നെ, തരീഖത്തായാലും ശരീഅത്തായാലും ശരീഅത്ത് തന്നെയാണ്. അതാ അസ്ലു തഹയ്യത്ത്. തഹയ്യത്തിൻ്റെ അസ്ൽ എന്താണെന്നറിയോ? തഹയ്യിജത്ത് എന്നാണ്ടാല്. തഹയ്യിജത്ത്, തസ്കിയത്ത്, തസ്മിയത്ത് എന്ന് പറയും പോലെ രണ്ട് ചാവുന്നേ ഉള്ളൂ. അതെന്താക്കും? ഒന്നാമത്തെ പിടിച്ച് രണ്ടാമത്തെ ഇദ്ഗാമാക്കി തഹയ്യത്ത് എന്ന് പേര് പറയാം. ശരിക്കും പറഞ്ഞാൽ ഹാൻ്റെ കസർ എന്തല്ല, ഒറിജിനൽ അല്ല, തഹയ്യിജത്ത്. സുക്കൂൻ കൊടുത്തിട്ട് തബ്ദീലാക്കിയതാ. ജാൻ്റെ കസറെടുത്തിട്ട് ഇപ്പുറം കൊടുത്തിട്ട് സുക്കൂനെടുത്ത് അപ്പുറം കൊടുത്തിട്ട് എന്താക്കും? എന്നാൽ പിന്നെ ഇദ്ഗാം ചെയ്തളിയാം. ഇതാണ് അസ്ലി. ആ ദുആഉ ബിൽ ഹയാത്തി, ഹയാത്ത് ഉണ്ടാവട്ടെ എന്ന് ദ്വാരക്കലാന്ന്. നിങ്ങൾക്ക് ഹയാത്ത് ഉണ്ടാകട്ടെ. അപ്പം ഹയാത്ത് ഇപ്പം ഇല്ലേ? അപ്പോൾ തോലിഹ ഹയാത്ത് നീളാൻ, അപ്പം ദീർഘായസ് കിട്ടട്ടെ എന്ന് അസ്ല അർത്ഥം ഉണ്ടാവില്ലേ? സുമ്മസ്തുഅമിലത ഫീ കുല്ലി ദുആഇൻ, പിന്നെ എല്ലാ ദുആക്കും പ്രയോഗിക്കാൻ തുടങ്ങി. അപ്പം അമ്മായി വക്കാനത്തിൽ അറബികളായിരുന്നു. ഇതാ ലഖിയ ബഅദുഹും ബഅദൻ, ചിലരെ കണ്ടുമുട്ടിയാൽ യഖൂലു ഹയ്യാക്കല്ലാ എന്ന് പറയും. എന്നുവെച്ചാൽ അല്ല നിങ്ങൾക്ക് ജീവിപ്പിക്കട്ടെ എന്ന അർത്ഥം. ഇപ്പം ജീവിതമില്ലേ? ദീർഘായുസ്. ഐ ജഅലല്ലാഹു ലക ഹയാത്തൻ വ അതാല ഹയാത്തക, നിങ്ങളെ ഹയാത്ത് നീളട്ടെ. വയഖൂലു ബഅദുഹും, ചിലർ പറയല് ഈശ് അൽഫസന, 1000 കൊല്ലം ജീവിക്കട്ടെ എന്ന് പറയും. എന്നാലും അർത്ഥം തന്നെ. സുമ്മസ്തഅമലഹ ശറഉ, പിന്നെന്താകുന്നില്ല ഈ തഹയ്യത്ത് എന്നല്ല ശറഅ എന്താക്കി? ഫി സലാം, സലാം പറയുന്നതിലേക്ക് ഉപയോഗിപ്പിച്ചു. അർത്ഥലോകത്തുന്നു
അപ്പം ഷർഇയ്യായ മാനിയാന്ന് സലാം പറയുന്നത്. അതുകൊണ്ട് ഖാല അല്ലാഹു തആല ഫസല്ലിമു അലാ അൻഫുസികും തഹിയ്യത്തൻ മിൻ ഇൻദില്ലാഹ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മുബാറക്കത്തൻ തയ്യിബ. വഫിസ്സലാമി മസിയ്യത്തുൻ അലാ തഹിയ്യത്തിൽ അറബി. അറബികളെ തഹിയ്യത്തിൻ്റെ മാനയേക്കാൾ സലാമിൽ വലിയ മാനുണ്ട്. അതുകൊണ്ട് ദീർഘായുസുണ്ടെ ലോകത്തിൽ കിടന്നാലും പറയാം ദീർഘായുസ് കിട്ടിയെന്ന്. അപ്പോൾ സലാമത്തിൻ്റെ മാന അതിലില്ലല്ലോ. അതുകൊണ്ട് ലിമാ അന്നഹു ദുആ ബിസ്സലാമത്തി, സലാമത്ത് കൊണ്ടുള്ള ദുആ അടങ്ങിയിട്ടുണ്ട് സലാമിൽ. മിനൽ ആഫാത്തി ദീനിയത്തി വദ്ദുന്യബിയ്യ, ദീനിയും ദുനബിയ ആഫാത്തിനെ തൊട്ട് സലാമത്തിൻ്റെ ദുആ അടങ്ങി. അതുകൊണ്ട് വെറും ദീർഘായുസിനാക്കാണ് സലാമത്ത് കൂടി. അസ്സലാമു അലൈക എന്ന് പറഞ്ഞാൽ ഫഖദ് ദഅ ലഹു ബിസ്സലാമത്തി, സലാമത്ത് കൊണ്ടുള്ള ദുആയും അതിലടങ്ങിയിട്ടുണ്ട്. അതെ, ദീർഘായുസും വരാല. അല്ല അസ്ലു മാനയിൽ ഷറയ്യായ മാനയിൽ എന്തോന്ന് സലാമത്തുള്ള ദുആയും വന്നു. അപ്പോൾ അസ്ലു മാന നഷ്ടപ്പെടുന്നില്ലല്ലോ. വതളമ്മനുൽ വഅദ ബിസലാമത്തി ദാലികൽ ഗൈരി വഅമാനിഹി മിൻഹു. കണ്ടോ, അതിൽ ഒരു വഅദുണ്ട്, ഒരു വാഗ്ദാനം. എന്തേ ആ ഗൈറുണ്ടല്ലോ വേറെ ആൾക്ക് പറഞ്ഞേ, അയാൾ സലാമത്താണ്. വഅമാനിഹി, അയാൾക്ക് അമാനമുണ്ട്. മിൻഹു എന്ന് വെച്ചാൽ ഈ പറയുന്നു എൻ്റെ ഷർറിനെ തൊട്ടെല്ലാം അമാനം ഉണ്ട് എന്നർത്ഥം. എൻ്റെ പക്കൽ നിന്ന് നിനക്കൊരു ബുദ്ധിമുട്ടും വരൂല എന്ന് അടങ്ങിയിട്ടുണ്ട്. ഇത്ര നല്ല കൊടുത്തിട്ട് അന്ന് ഹാന്നാക്കുന്നു. അത് ഏത് കാലത്ത് ഇപ്പം കീഞ്ഞെന്നാണ്. സലാം എന്ന് പറഞ്ഞ ഒട്ടകത്തിൻ്റെ കുടൽമാല എന്നാണ്. സീന് ലാമിട്ടിട്ട് യാട്ടിട്ട് സലാ ജസൂർ, വലിയ തലക്കാണില്ലേ ചാണകടങ്ങിയ കാക്കം കുത്തി വലിക്കുന്നത്, അതിനാ പറയില്ലേ. അപ്പം ബാ അസ്സലാമു അലൈക്കും നിനക്ക് ചാണകക്കൊട്ടുണ്ടേ. അല്ല കഅന്നഹു ഖാല അൻത സലീമുൻ മിന്നി, എൻ്റെ ഷർറിനെ തൊട്ട് നീ സലീമാണ് എന്ന് പറഞ്ഞ സ്ഥാനത്തായി. അപ്പം അറബികളെ തഹിയ്യത്തിനാക്കാൻ എത്രയോ മാനം വർദ്ധിച്ചു. ഫജ്അൽനി സലീമൻ മിൻക, നിന്റെ വകൽ നിന്നെ ഷർറിനെ തൊട്ട് അന്നി നീ സലീമാക്കുമെന്ന് വന്നു. വസ്സലാമത്തു, സലാമത്ത് എന്നുള്ളത് മുസ്തൽസിമത്തുൽ തൂലിൽ ഹയാത്തി. അതാണ് നിങ്ങൾ ചോദിച്ച ചോദ്യം. തൂലുൽ ഹയാത്തിനല്ല അതിമാക്കും. അതേതായി അസ്ലമാന വലൈസ ഫിദ്ദുആഇ ബിതൂലിൽ ഹയാത്തി, തൂലുൽ ഹയാത്ത് കൊണ്ട് പറഞ്ഞാൽ ദാലിക എന്നുണ്ടാവില്ല, സലാമത്ത് ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ ഏതായി അഹസ്. അപ്പോൾ എല്ലാ സലാമിലും തൂലുൽ ഹയാത്തുണ്ട്, തൂലുൽ ഹയാത്തിൽ സലാമത്ത് ഉണ്ടായിക്കൊള്ളുന്നില്ല. അമ്മാമ ഖുസൂസ് മുത്തലഖാന്ന് പറയുന്നില്ലേ. മറ്റൊന്ന് വലിയ അന്ന സലാമ, മറ്റൊരു കാരണം പറയുന്നത് സലാം എന്നുള്ളത് മിൻ അസ്മാഇ തആല, അല്ലാഹുവിൻ്റെ പേരിൽപ്പെട്ടതുമാണ്. അപ്പം ആയത്തിൽ വമാനല്ല ആയത്തിൽ ഇദാ ഹയ്യീതും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്തായി? ഇദാ സുല്ലിമ അലൈക്കും മിൻ ജിഹത്തിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് സലാം കിട്ടിയാൽ ഫഹയ്യോ, നിങ്ങൾക്കൊരു കടമ ഉണ്ടെന്ന്, നിങ്ങൾ തഹിയ്യത്ത് കൊടുക്കണം. ബിഅഹ്സന മിൻഹ, അതിനേക്കാൾ മുന്തിയത്. ഇന്ന് മുന്തിയത കൊടുക്കുന്നത് സലാം വാങ്ങിച്ചാൽ നിങ്ങൾക്ക് ചണക്കൊട്ട് വെച്ചിരുന്നു. ഐ ബി തഹിയ്യത്തിൻ അഹ്സന മിൻഹ, ഇതിനേക്കാളും മുന്ത തഹിയ്യത്ത് തിരിച്ചു കൊടുക്കണം. ബി അൻ തഖൂലു വഅലൈക്കുമുസ്സലാമു വറഹ്മത്തുള്ളാഹി കൂട്ടുമ്പോൾ എന്താകുന്നത്? അഹ്സനാകുന്നത്. വബിയൻ തസീദു വബറകാതുഹു, അതുപോലെ തന്നെ എന്താക്കണം? വബറകാതുഹു എന്നും കൂടെ കൂട്ടുക. ലികൗനിഹി മുസ്തജിമഅൻ ലിജമീഇ ഫുനൂനിൽ മതാലിബി, എന്നെന്തായി എല്ലാ മതാലിബി ഇനങ്ങളും അതിൽ വന്നു. സലാമത്തും വന്നു, റഹ്മത്തും വന്നു, ബറകാത്തും വന്നു. ഇതെന്താ നമുക്ക് അല്ലത്തി ഹിയ സലാമത്തു മിനൽ മദാർ വനൈലിൽ മനാഫിഇ വദവാമുഹ, എല്ലാം ഇതിൽ വന്നു. റളിയ അൻഹു അലൈഹി സ്വലാത്തു വസ്സലാം അന്നഹു ഖാല മൻ ഖാല അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ കുതിബ ലഹു അശ്റു ഹസനാത്തിൻ, 10 ഹസനാത്ത് അവൻ എഴുതപ്പെട്ടു.
വമൻ ഖാല അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്നും കൂടെ കൂട്ടിയാൽ കുതിബ ലഹു 20 ഹസന, 20 ഹസനത്ത് എഴുതപ്പെട്ടു. വമൻ ഖാല അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറഞ്ഞാൽ കുതിബ ലഹു 30 ഹസനത്തൻ, 30 ഹസനത്ത് എഴുതപ്പെട്ടിരിക്കുന്നു. എന്തൊക്കെ ചൊല്ലിപ്പാ ഇങ്ങനെന്താ ഇവ ഒച്ചപ്പാടാക്കിയത്? സലാം ചൊല്ലി. ഇങ്ങോട്ട് സലാമുണ്ടോ? നമ്മ കൂലി കിട്ടി, നമ്മളെ കാണുമ്പോൾ നീച്ചും. ഇനി മറ്റൊന്ന് ഓനാദാബിലാക്കലോ മടക്കിയിട്ടില്ലെങ്കിൽ, യഥാർത്ഥ മടക്കിയിട്ടില്ലെങ്കിൽ മലായിക്ക് ശാപം. ഇത്ര നല്ല സലാം എനിക്ക് തന്നിട്ട് നീ എന്താണ് പറഞ്ഞത്? അപ്പോൾ ഓന മലായിക്കത്തിൻ്റെ ശാപത്തിന് ഇടവരുത്തണ്ടാന്ന് തോന്നിപ്പോന്നിപ്പോ. മുസ്മാഹുല്ലാമി പറഞ്ഞില്ല, ഓ നല്ല സലാം എനിക്ക് തന്നിട്ട് നീ ഇങ്ങനെയല്ലേ പറഞ്ഞു തന്നിട്ട് മലായിക്കത്ത് ശപിക്കുന്നുണ്ട് ഓനാ. എനിക്ക് കള പറഞ്ഞ പേറിയോ? ഞാൻ വാഴയ്ക്ക് മുസ്തലാന്നല്ലോ പറഞ്ഞു. അതെയാ? റവാഹു അഖ്റജഹു അബൂ ദാവൂദ് തിർമിദി. ഇനി വൽ മുബ്തദിഉ ബിസ്സലാം, സലാം കൊണ്ട് തുടങ്ങുന്ന ആള് ഇൻഷാ യഖൂലു അസ്സലാമു അലൈക്കും എന്നെന്താക്കുക അലിഫ് ലാം കൊടുത്തിട്ട് പറയാം. വ ഇൻഷാ യഖൂലു സലാമുൻ അലൈക്കും എന്നെന്താക്കുക തൻവീൻ കൊടുത്തിട്ടും പറയാം. സലാമുൻ അലൈക്കും പ്രഭുത്വം ഖുർആനില്ലേ? അതുകൊണ്ട് ലിഅന്ന കുല്ല വാഹിദിൻ മിന തഅരീഫി വത്തൻകീരി വാരിദുൻ ഫി അൽഫാദിൽ ഖുർആൻ. ഏതാ തഅരീഫ്? അസ്സലാമു അലൈക്കും അലിഫ് ലാം കൊടുത്തിട്ട് പറയല്. തൻകീർ അതാ സലാമുൻ അലൈക്കും എന്ന തൻവീൻ കൊടുത്തിട്ട് പറയും. ഇത് രണ്ടും ഖുർആനുള്ള അദീമിൽ വാരിദായിട്ടുണ്ട്. ഖാല അല്ലാഹു തആല വസ്സലാമു അലാ മൻ ഇത്തബഅൽ ഹുദാ, അലിഫ് ലാം കൊടുത്തില്ലേ? മറ്റൊന്നോ വസലാമുൻ അലാ ഇബാദിഹിൽ ലദീന ഇസ്തഫാ, അലിഫ് ലാം കൊടുക്കാതെ തൻവീൻ കൊടുത്തിട്ട് പറഞ്ഞു. കൊടുത്തില്ലേ ഇപ്പൊ? ഇനിയോ രണ്ടാമത്തേതാ പറഞ്ഞത് ഔ റുദ്ദൂഹ. അപ്പോൾ ശരീഅത്തിനാ തരീഖത്തിനാ ഫളായിലധികം? അവിടെ ഏത് മാനാക്കളുടെ ശരീഅത്ത് ഏത് മാനാക്കളുടെ തരീഖത്ത് എന്ന് ആദ്യം പറഞ്ഞു. അല്ല 40 കിട്ടുന്ന ശരീഅത്ത് അത് വേറെയുണ്ടോ? അമ്മാനാക്കാന്നോ? റുദ്ദു മിസ്ലഹ, അതിൻ്റെ മിസിൽ മടക്കണം. വാജിബു ബിഹി, അതുകൊണ്ടെങ്കിലും ജവാബ് ചെയ്യണം. ചുരുക്കത്തിൽ വജബാബു തസ്ലീമി വാജിബുൻ, സലാം ചൊല്ലിയ മടക്കൽ വാജിബൻ. അപ്പോൾ ഇവിടെ കണ്ടില്ലേ അഹ്സന മിൻഹ എന്നാക്കി ഔറുദ്ദുഹ ഖിയാർ കൊടുത്തിട്ട് കണ്ട. അത് വന്നമ തഖ്യീറു ബൈന സിയാദത്തി വ തർക്കിഹ, സിയാദത്ത് കൊടുക്കണോ വേണ്ടി എന്നാണ് ഖിയാർ, എന്നല്ലാണ്ട് മടക്കണോ വേണ്ടി എന്നല്ല. ഇപ്പൊ ഹയ്യു എന്നതിലല്ല തർക്കം. അഹ്സന മിൻഹാണോ അങ്ങനെ ഉദ്ദേശിച്ച് കൊടുക്കാം, റുദ്ദുഹ എന്ന് പറഞ്ഞാൽ മിസ്ലും കൊടുക്കാം. അപ്പൊ ഖിയാർ എടുത്തേക്കാന്ന് ഹയ്യു എന്നത് കിട്ടൂടാ. അങ്ങനെയാണെങ്കിൽ പിന്നെ മടക്കേ വേണ്ടെന്നൊരു അർത്ഥം കിട്ടില്ല. ഇന്നല്ലാഹ കാന അലാ കുല്ലി ഷൈഇൻ ഹസീബ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിനും ഹസീബ് എന്ന് പറഞ്ഞാൽ അൽ ഹസീബ് എന്ന ബിമാനൽ മുഹാസിബി അലൽ അമൽ, എല്ലാ അമലുകളെയും ഹിസാബ് എടുക്കുന്നവൻ എന്ന അർത്ഥത്തിനാണ്. അതേപോലെ കൽ ജലീസ് എന്ന് പറഞ്ഞാൽ ബിമാനൽ ജാലിസ്, ഒന്നിച്ചിരിക്കുന്നാക്കെന്ന് പറയും ജലീസ്, മാന ജാലിസ്. ഐ ഇന്നഹു തആല കാന അലാ കുല്ലി ഷൈഇൻ മിൻ അമാലിക്കും മുഹാസിബൻ മുജാസിയൻ, നിങ്ങളുടെ ഏതൊരു അമലാവട്ടെ അല്ലാഹു തആല ഹിസാബ് എടുക്കുകയും ചെയ്യും, അതിന് പ്രതിഫലം നൽകുകയും ചെയ്യും. അതുകൊണ്ട് ഫഹാഫിളു അലാ മുറാഅത്തി തഹിയ്യ, തഹിയ്യത്തിനെ പരിഗണിക്കുന്ന വിഷയത്തിൽ നിങ്ങൾ വളരെ സൂക്ഷ്മത പുലർത്തണം എന്നാണ് പറഞ്ഞു. സലാം ചൊല്ലി എന്ന് പറഞ്ഞാൽ ആകൂല. ചിലെന്താക്കും സലാം മുഹത്തത് ഉണ്ടാവും, ചിലപ്പോൾ ഖബറുണ്ടാവില്ല. അതെന്താ പുറത്ത് വരാത്ത? ഹസന പറഞ്ഞു കൊടുക്കാന്നല്ലാണ്ട് പറഞ്ഞൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. അതിലല്ല, അങ്ങനെ ബാധ്യതയിട്ടില്ല. പണ്ടാരോ ജന്നത്തും അപ്പുറത്തും രിദ്വാനുഹോ അപ്പുറമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ മുറൂദുണ്ടാ അവിടെ പരിധി തീർന്നു പോയി. അപ്പൊ ഓനും ഹസൻ തന്ന് നമ്മ ഹസൻ തിരിച്ചു കൊടുത്ത്.
അപ്പം തഹിയ്യത്ത് മുറാത്തിന് ഹാസ്ബമാ ഉമിർത്തും ബിഹി, നിങ്ങളോട് കൽപ്പിക്കപ്പെട്ട രീതിയിൽ തന്നെയാവണം. ഇനി പറയട്ടെ, വസുന്നത്തു അൻ യുസല്ലിമ റാകിബു അലൽ മാശി, വാഹനത്തിൽ സഞ്ചരിക്കുന്നവൻ എന്താകണം, നടക്കുന്ന ആൾക്ക് സലാം ചെല്ലാം. അതാ സുന്നത്ത്. തർത്തീബ് നോക്കണേ. വസ്സഗീറു അലൽ കബീർ, സഗീർ സലാം ചെല്ലുക അലവലി കബീറിൻ്റെ മേലെ. വൽ ഖലീൽ ചെല്ലണം, കുറഞ്ഞത് അലൽ കസീറിന് മേലെ. അപ്പോൾ ക്ലാസ്സിലേക്ക് ഫുള്ളന്മാരാ സലാം ചെല്ലണ്ടി, മുല്ലർക്കെ സലാം ചെല്ലണ്ടി. ഇപ്പം കാണുന്ന അങ്ങനെയല്ല. ഒന്നുമില്ല, എല്ലാവർക്കും അത് നടക്കില്ലല്ല. അപ്പോൾ ഒരു ഹോജാൻ്റെ പോലീശ പറഞ്ഞതിൽ വലിയ ലേഖനം എഴുതിയന് തവറ്റുമ്പുറത്തേ കൂടി നടന്നു പോലോ. ഏറ്റവും മുസ്സലാം എന്താ ഇവിടത്, കമറാളികൾ ഇദ്ദേഹത്തിൻ്റെ സലാം ചെല്ലിയെന്നാണ് പോലീശായിട്ട് എഴുതിയത്. അപ്പം ഇങ്ങനെ ആക്കുന്ന എന്തിനാണ് ആടെൻ്റെ വന്നിട്ടുണ്ടാ കബറാളികളെ വെച്ച് കേട്ടിട്ട്. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഇത് പോലീസുണ്ടല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദിൽ പോയപ്പോൾ ഉഹദീങ്ങളിൽ കിടക്കുന്ന ആൾക്ക് നബി തങ്ങൾ സലാം ചെല്ലിയോ അല്ല ഹംസത്ത് റളിയല്ലാഹു അൻഹു ഇപ്പോൾ മൂത്താപ്പ അടക്കം ഇങ്ങോട്ട് ചെല്ലിയോ? എന്നാ പിന്നെ ആ പോലീസ്, ഇത് പോലീസാണെങ്കിൽ ഇങ്ങനെയല്ലേ വേണ്ടി. ചുരുക്കത്തിൽ എഴുതുമ്പോൾ എന്താ എഴുതണ്ടി നോക്കിയിട്ടില്ല. പിന്നെ കാറിലിങ്ങനെ പോകുന്നല്ലോ, അവിടെ നിന്ന് സ്ഥലം ചെല്ലുന്ന കേട്ടല്ലോ, ഇവിടെ ആരും ഉണ്ടോ, ഇപ്പം സ്ഥലം ഇങ്ങോട്ടല്ലോ. ആരാന്ന് നിൽക്കുന്ന ആള് ഇവിടെ ചെല്ലി. അപ്പം ലേഖനം എഴുതിയിട്ട് പോരിശ ഉണ്ടെന്നാക്കി പോരിശ ഇല്ലാണ്ടാക്കിയില്ലേ, അല്ലെങ്കിൽ ഇത് കളവായിരിക്കും. അഹലത്താ സുന്നത്തെന്താ പറഞ്ഞു. നബി ആയിഷ ബീബി ചോദിച്ചില്ലേ, തങ്ങൾ സിയാറത്തിന് വന്നാന്ന് കബറാളിനോട് അസ്സലാമു അലൈക്കും ദാറഖാമി മുഅ്മിനീൻ എന്ന് പറയാൻ കൽപ്പിച്ചു കൊടുത്തു. എന്നാൽ ഈ പോകുന്ന ആൾ അസ്സലാമു അലൈക്കും അതാ ചെല്ലേണ്ടത്. ഇങ്ങനെ ആക്കിയിട്ട് വഅലൈക്കും അസ്സലാം എന്ന് പറഞ്ഞിട്ടോ ഈ കബറാളി. അപ്പം എത്ര ആൾ കുട്ടത്തോടെ ചെല്ലിയതിന്? ഇതെല്ലാം എന്തെല്ലോ പറഞ്ഞിട്ട് പോലീസ് ഉണ്ടാക്കിയിട്ട് എഴുതുന്നു. വയുസല്ലിമ അല സിബിയാൻ, കണ്ട സിബിയാൻ്റെ മേലെ സലാം ചെല്ലം ബഹു അഫ്ദല മീൻ തരക്ക്, ഒഴിവാക്കുന്നതിനേക്കാണ് അഫ്ദലെന്നത്. ഖാലൽ ഖുർത്തുബി ഇമാം പറയുന്നു, വലാ യുസല്ലിമു അലൻ നിസാഇ ശാബാത്തിൽ അജാനിബി, അന്യ പെണ്ണുങ്ങളായ പെണ്ണുങ്ങൾക്ക് സലാം ചെല്ലണ്ട. എന്താണ്? ഖൗഫൽ ഫിത്ന, അവിടെ ഫിത്ന വരാൻ സാധ്യത ഉണ്ടെന്നാണ്. എന്താണ്? പിന്നെ മിമ്മുക്കാലമത്തിന് വേറെ സംസാരം ആരംഭിക്കും. അപ്പം പിന്നെ ഷെയ്ത്താൻ, അപ്പം ഷെയ്ത്താൻ അവിടെ വരും. അല്ലെങ്കിലോ ഇത് അങ്ങനെ തന്നെ വാർത്ത് ഔ ഖാഇനത്തെ ഐനിൻ, അല്ലെങ്കിലോ കണ്ണുകൊണ്ട് കട്ടു നോക്കൂ. ഏത് അപ്പോൾ നമ്മൾ ശാബത്ത് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റേ ഫിത്തിന വരാത്ത മറ്റുള്ള മഹാരിമിൻ്റെ മേലെ തൊട്ടാ നൂറിയാത്ത ബന്ധമുണ്ടല്ലോ, അവരിലും വല്ല അജായിസ്, നിങ്ങളുടെ ചോദ്യം. അജൂസിനും ഹസനും. വൈസല്ലിമു അലാ അഹ്ലിൽ ഇസ്ലാമി, ഇസ്ലാമിൻ്റെ ആളുകളെ മേൽ സലാം പറയണം. മൻ അറഫ മിൻഹു വമൻ ലം യരിഫ്, പരിചയം ഉണ്ടായാലും ഇല്ലെങ്കിലും. ഏത് നിരുപാധിക ചുരുക്കത്തിലാണ് ഫിത്തിനുണ്ടോ ഇല്ലയോ നോക്കലാണ്. ഇനി വലാ യുസല്ലിം അലാ ലാഇബിൽ നർദി വശത്റഞ്ചി, നെറുത് പച്ചിനെ പിടിച്ചിട്ട് കളിക്കുന്ന ഷത്തറിൻ്റെ കളിക്കുന്നതൊക്കെ സലാം ചെല്ലണ്ടെന്നാണ്. വൽ മുഗന്നി, പാട്ട് പാടുന്നോനി, ഇതിൽ ഹാജത്തി, അതുപോലെ മലമൂത്ര വിസർജനത്തിന് ഇരിക്കുന്നതാക്കൊന്നും ചെല്ലണ്ട. വൽ ആരിഫിൽ ഹമാമി, നഗ്നന്മാർക്ക് ചെല്ലണ്ട. ഇനി വലാ യുബാദിറു ബിസ്സലാമി അല ദിമ്മിയ്യി, ദിമ്മിയായ അപ്പം ഇപ്പം ദിമ്മിയില്ലാത്ത മാതിരിയാണ്, അവർക്ക് സലാം കൊണ്ട് തുടങ്ങണ്ട. ഇല്ലാലി ലറൂറത്തുണ്ടായാലല്ലാതെ ഔ ഹാജത്തില്ലഹു ഇൻദഹു, അല്ലെങ്കിൽ ഹാജത്തുണ്ടെങ്കിൽ അല്ലാണ്ട്. ഇപ്പം ദിമ്മി ഇല്ലല്ലോ. ദിമ്മിയ ഹർബി എന്നല്ലേ രണ്ട് വിഭാഗം. വലാ ബഅസ ബിദ്ദുആഇ ലിൽ കാഫിരി, കാഫിറിന് ദ്വാരക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ബിമാ യുസ്ലിഹുഹു ഫീ ദുനിയാഹു, ദുനിയാവിൽ മെച്ചം കിട്ടുന്നുണ്ടെങ്കിൽ ദ്വാരക്കുന്നതിനൊന്നും കുഴപ്പമില്ല. ഭക്ഷണം ബായിലുണ്ടെങ്കിൽ വേണ്ട, എന്തുകൊണ്ടാന്ന് കേട്ടാൽ ഉടനെ മടക്കണമെന്നാണ്. ബായി ഒന്ന് കേൾക്കാം, ബായിലിട്ടിട്ട്
അല്ലെങ്കിൽ കുറച്ച് കാത്തുക്കും ഇവനിക്ക് എന്താ ഇപ്പോൾ സലാം മടക്കാനും തോന്നുന്നു. പക്ഷെ ആരെങ്കിലും മടക്കാനുണ്ടെങ്കിൽ ചെല്ലാലോ. അതിപ്പം പറഞ്ഞ മറുപടി അതിലെല്ലാം വിഷയം പറയൂ, എനിക്കും പറയൂ. അപ്പം ദുന്യാവിയായ കാര്യത്തിന് വേണ്ടി കാഫിന് തുറന്നു കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷെ അവളെ ഉപ്പാനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഓനെ കൊണ്ട് മുമ്മിനി മുസ്ലിം നിങ്ങൾക്ക് നിറവില്ലാണ്ടിരിക്കണം എന്ന ഷർത്തോട് കൂടി. ഏത് അല്ല അതിനൊരു മസാലെല്ലാം വരുന്നുണ്ട്. قال الإمام النووي رضي الله عنه الصواب أن ابتداء أهل الكتاب بالسلام حرام എന്നാ മുഖ്താർ. അഹ്ലുൽ കിതാബിൻ്റെ പേരിൽ സലാം കൊണ്ട് നമ്മൻ തുടങ്ങൽ ഹറാമാണ്. എന്തുകൊണ്ട്? ലിയാനോ എസാസോൻ ഓന ആദരിക്കൽ വന്നിട്ടുണ്ട്. വല ജൂസ് എസാസുൽ കുഫാറുടെ ആദരവ് അങ്ങനെ അത്രത്തോളം വേണ്ട. വൽ മുഖ്താറു അന്നൽ മുബ്തദിയ ലാ യുബ്ദഉ ബിസ്സലാമി മുബ്തദിയായ മനുഷ്യന് സലാം കൊണ്ട് തുടങ്ങണ്ട എന്നാണ് മുഖ്താറായ കൗലി. ഇപ്പോഴത്തെ ചില മുബ്തദിയ കുഫർ തന്നെയാണ്. അത് പെട്ടെന്ന് തള്ളിക്കളയാൻ പറ്റില്ല. വമ്മൽ എന്താണ് ആക്കിലു മാൽ കാഫിരി ഫഇൻ കാന മറത്തൻ ഔ മറത്തൻ ലിതഅലീഫി ഖുലൂബി ഖൽബിഹി അലൽ ഇസ്ലാമി ഫലാ ബഅസ. അവിടെ ആക്കിലെന്താന്ന് കൂട്ടിനത് അവിടെ ഇബാർത്ത് നോക്കിയിട്ടെന്ന് അയിബാർത്തിലെന്തോ ഫീ മാഫിയുണ്ടാ. അത് ആക്കിലെന്നാണ് വേണ്ടത്. ആക്കിലെന്ന് ആകാൻ പാടില്ല. മദ്ദം കളഞ്ഞാൽ മതി. ഇപ്പം സലാമിൻ്റെ വിഷയത്തിൽ ഒന്നും കൂടെ കൂട്ടിയാന്നോ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കൽ എന്താണെന്ന മസാലയാണ് പറയാൻ പോകുന്നത്. ഇസ്മ ഫായിലാക്കണ്ടെന്ന് ആക്കിൽ മസ്തർ മാത്രമാക്കുക. വമ്മൽ അക്കിലു ഏത് സലാമിൻ്റെ വിഷയം നിർത്തിയിട്ട് കൂടെ ഭക്ഷണം കഴിക്കലുണ്ട്. വമ്മൽ അക്കിലു മാൽ കാഫിർ കാഫിനോടൊപ്പം ഭക്ഷണം കഴിക്കൽ പൈങ്കാന മറത്തനാവും മറത്തിന് ഒന്നോ രണ്ടോ തവണയാണ് ഈ തലീഫ് കൽബിഹി അലൽ ഇസ്ലാം ഇസ്ലാമിൻ്റെ മേൽ ഓൻ്റെ കൽബിനടക്കമുണ്ടാക്കാനാണ് ഫലാ ബഹസബി. അതിന് മോശമൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ ഒന്നിച്ചല്ല കഴിക്കൽ, വേറെ വേറെ പ്ലേറ്റിലാണ്. ബഹസബഹം ജമിയ കുളോബഹം ചത്താന്ന് പറഞ്ഞ വരികയാണ്. അപ്പം മഹാനാടെ പറയുന്നില്ല. നമ്മുടെ കൂട്ടത്തിൽ ആചാര്യമാരും മറ്റേ പണിക്കാരെല്ലാം വന്നിട്ട് ഒന്നിച്ചിരിക്കുന്നു തോന്നുന്നില്ലേ? അതെ. ഫഇന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അകല മഅ കാഫിരിൻ കാഫിറിനോട് കൂടി ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. മറത്തൻ ഒരു മറത്ത് കഴിച്ചു. അതുകൊണ്ടാണ് എന്താക്കിയത് ഒന്നോ രണ്ടോ ആണെങ്കിലും പറ്റുമോ. അപ്പോൾ ഫഹമൽനാഹു അതിന് നമ്മൾ ചുമത്തി അല അന്നഹു കാനൽ തഅലീഫി ഖൽബിഹി അൽ ഇസ്ലാം ഇസ്ലാമിനോട് അവൻ്റെ കൽബിനടക്കാൻ വേണ്ടിയാണെന്നാണ് അതിന് വ്യാഖ്യാനം കൊടുത്തത്. വലാകിൻ തുക്റഹുൽ മുദാവമത്തു അലൈഹി അതിനെ മറത്തൻ ഔ മറത്തൈനിയുടെ മുഹത്തറദ പറഞ്ഞു. എപ്പോഴും അത് പതിവാക്കൽ കറാഹത്താണ്. വഇദാ സല്ലമ ദിമ്മിയ്യു ഇങ്ങോട്ട് സലാം പറഞ്ഞാൽ ഫഖുൽ അലൈക എന്ന് പറയാം. ഖാല അലൈഹിസ്സലാം ഇദാ സല്ലമ അലൈക്കും അഹദും മിനൽ യഹൂദി കണ്ടോ യഹൂദികളിൽപ്പെട്ട ആരെങ്കിലും നിങ്ങളോട് സലാം പറയുന്നുണ്ടെങ്കിൽ ഫൈന്നമാ യഖൂൽ അസ്സലാമു അലൈക്കും എന്ന് പറയുന്നുണ്ടായിരുന്നു. ലാമു പോയി ഓർ അതിൽ ഭേദഗതിയാക്കി. അപ്പോൾ യഹൂദികളെ വേണമെങ്കിൽ അമ്മ കൊടുത്ത് സലാം ചെല്ലും അല്ല ഒരു ബാലാജി ചോദിച്ചത് ഈ മാലി കൂസലിൻ്റെ അർത്ഥം എന്താണ്? ഹൈവേയിലുണ്ടാകുന്ന ഒരു ഹോട്ടലിൽ ബാലാജി എന്ന് പറഞ്ഞിട്ടാണ് നടത്തുന്നത്. അതിനോടൊക്കെ ചോദിച്ചാൽ ഞാൻ പിള്ളേരായ കാലത്ത് അല്ലപ്പോൾ ഈ മാലി കൂസലിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ പറഞ്ഞത് അല്ല നിങ്ങൾ ചിലരാണ് സലാനിക്കോ എന്ന് പറയുമ്പോൾ എന്താക്കും മാലി കൂസലാന്ന് പറയുമോ? ഏത് മതത്തിൽ നിന്നാണ് പഠിച്ചത് ഈ മാലി കൂസില? അപ്പോൾ യഹൂദികൾ പറയുമ്പോൾ അസ്സലാമു അലൈക്കും എന്നാ പറയുന്നുണ്ടായിരുന്നാണ്. അവിടെ പോയപ്പോൾ അലൈക്കാന്ന് ഇനിയും അലൈക്കാന്ന് പറഞ്ഞു. അത് നിൽക്കുന്നുണ്ടാകട്ടെ. ഓൻ താഹിറ ഭക്ഷണം കഴിക്കാം.
ആ തഹാറത്തുണ്ടോ? അതെ, ഉച്ചക്ക് പോയിട്ട് സപ്പോർട്ട് കഴിച്ചോ? ഓരോ ഹോട്ടൽ വല്ലാതുകൊണ്ടൊന്നും ഭക്ഷണത്തിന് എന്തായിരുന്നു? അതെ, ആക്കിയത് ഉക്കൂലല്ലോ. അപ്പോൾ ആക്കിയത് നിസ്മ ഫായിലാക്കിയാൽ എന്താണ് തിന്നുന്നോന് എന്നല്ലേ? തിന്നുന്നോനിക്ക് ഹുക്കുമുണ്ടാവുക? തിന്നല്ലെന്ന പണിക്കല്ലേ ഫിഖഹിയ ഹുക്കുമുണ്ടാകല്? വാജിബ്, മുസ്തഹബ്, കറാഹത്ത് എന്നൊക്കെ പറയുന്ന ഹുക്കും എന്തിനോടാ ബന്ധിക്കല്? ദാത്തിനോട് ബന്ധിക്കൂല, ഫെയിലിനോടാ ബന്ധിക്കല്. അപ്പം ആക്കില് എന്നായാൽ ശരിയാവൂല. തിന്നുന്ന ആള് എന്നല്ല, തിന്നൽ എന്ന പണി മക്റൂഹ എന്നാ പറഞ്ഞു വരുന്നത്. തഹാറത്ത് സൂക്ഷിക്കുന്നതിന് പറ്റുമോ? ഇനി തഹാറത്ത് സൂക്ഷിക്കാതെ ആചാര ഹോട്ടലായാലും അങ്ങനെ തന്നെയല്ലേ? എന്തെന്ന് ആടെ നിങ്ങൾ ബേക്കിൽ പോയി നോക്കണം, ഒരു ബട്ടിലെത്തിൽ വെള്ളം വീത്തിയിട്ട് തിന്നോൻ്റെ പാത്രം തേച്ചിട്ട് മുക്കിയിട്ട് കരക്കെറിയുന്നതാണ്. ദിവസത്തെ കാലം നോക്കി എനിക്കൊന്ന് മൂത്രിക്കണം എന്ന് പറഞ്ഞിട്ട് ബാത്റൂമിൽ പോയി നോക്കുമ്പോൾ കയറുന്ന പാത്രം കണ്ടെങ്ങനെയാണ് ഞാൻ മൂത്രിച്ച് ഉണ്ടാക്കി ചോറ് വയ്ക്കാണ്ട് വന്നു. ഉണ്ടാവില്ല. അത് പഠിക്കാത്ത ഈ ജാഹിലായ ഈ മാപ്പിളച്ചക്കനും മറ്റൊന്നും കണക്കന്നെയല്ല വിഷയത്തിൽ. അതാണ് ഇല്ലത്തെങ്കിൽ. ആജിക്ക് കൗണ്ടറിലിരുന്നത് കൊണ്ട് ഇത് ശുദ്ധിയായ അലൈക്കും മിസ്ലുഹൂൻ വറുവിയ അന്നഹു അലൈഹിസ്സലാത്തു വസ്സലാം അത്താഹു നാസും മിനൽ യഹൂദികളിൽപ്പെട്ട കുറേ ആൾ വന്നു. ഫഖാലു അസ്സലാമു അലൈക്കും, പറഞ്ഞതാണ് സാമ്, യാ അബൽ ഖാസിം, തങ്ങളെ പേര് വിളിച്ചിട്ട്. ഫഖാല അലൈക്കും എന്ന് മറുപടി. ഇത് ആയിഷ ബീബി കേട്ടപ്പോൾ നല്ലോണം ദേഷ്യം പിടിച്ച്. ഫഖാല, ആയിഷ ബീബി പറഞ്ഞു, ബൽ അലൈക്കും ഉസ്സാമു വസാമു എന്ന് പറഞ്ഞു. അവർ നല്ലോണം കൽബി. ഫഖാല അലൈഹിസ്സലാം, യാ ആയിഷ ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫഹ്ശ വത്തഫഹുശ, മോശമായ കാര്യമോ മോശമായ കാര്യം പ്രവർത്തിക്കലൊന്നും അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ അലൈക്കെന്ന് പറഞ്ഞ് തീർന്നല്ലോ, പിന്നെന്താ അതിനപ്പുറം നീ കൂട്ടീനി. കാലത്ത് ആയിഷ ബീവി ഫഖുൽതു അമാ സമയത്തെ മാക്കാൽ ഉറന്താ പറഞ്ഞ് തങ്ങൾ കേട്ടിട്ടില്ലേ? കാല അവലൈസഖദ് റദത്തു അലൈഹിം, ഞാൻ റദ്ദും ചെയ്തു, നീ കേട്ടിട്ടില്ലേ? നീ ഏത്? അപ്പോൾ ഇസ്തജാബു ലീ ഫീഹിം, അവരുടെ കാര്യത്തിൽ എനിക്കല്ല ഉത്തരം തരും. വലാ ഇസ്തജാബു ലഹും ഫീയ, എൻ്റെ കാര്യത്തിൽ ഓർക്ക് ഉത്തരം കിട്ടൂല. ഞാൻ അള്ളാൻ്റെ ഹബീബാണ്. വസുന്നത്തു, ഓരോ മസലകളെ പറയുന്നു. അൽ ജഹ്റു ഫിസ്സലാം, സലാമിൽ ജഹ്റാക്കൽ സുന്നത്താണ്. ലിഖൗലിഹി അലൈഹിസ്സലാത്തു വസ്സലാം അഫ്സുസ്സലാം, സലാമിനെ നിങ്ങൾ പരത്തുക, പരസ്യമായി ചെല്ലുക എന്നാ തങ്ങൾ പറഞ്ഞു. അപ്പോൾ ഒളിപ്പിച്ചു വെക്കലില്ല. ഏതുപോലെ ആലിനു ഹാദൻ നിക്കാഹ് അല്ലേ, വജാലു ഫീ മസാജിദിക്കും, നിക്കാഹിനെ പരസ്യപ്പെടുത്തണം. അപ്പോൾ 10,000 ആളാ സമൂസയും ചായയും കുടിക്കാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടാവും. ഇവിടെ ഒരു കുടുക്കൊക്കെ ഉണ്ടാക്കി ഇവ പറയുന്നുണ്ട്, എനിക്ക് തന്നെ കേട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മളെല്ലാം വിളിച്ചെന്തിനാ? എനിക്ക് സമൂസയും ചായയും തരും, അത് നമുക്ക് ഒട്ടൊന്നും കിട്ടൂലേ? ഫൈദാ ബലഗൽ മഖാബിറ വമർറ ബിഹാ, കണ്ടാ, മഖബറകളിലെത്തിയാൽ അതുകൊണ്ട് നടന്നു പോയി. കാല അസ്സലാമു അലൈക്കും അഹ്ലദ്ദിയാരി മിനൽ മുസ്ലിമീന വൽ മുഅ്മിനീൻ റഹിമല്ലാഹുൽ മുസ്തഖ്ദിമീന മിൻകും വൽ മുസ്തഅഖിരീൻ അൻതും ലനാ സലഫ് വനഹ്നു ലക്കും തബഉൻ വഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ നസ്അലുല്ലാഹ ലനാ വലക്കുമുൽ ആഫിയ എന്ന് പറഞ്ഞു. അപ്പോൾ തുള്ളലും അലൈക്കും അസ്സലാം എന്ന് പറയലും എല്ലാം ഉണ്ട്. അത് ന്യായം പറയുക പോലീസ് നിബിധങ്ങളിൽ ഞങ്ങളുടെ പോലീസ് ഉണ്ടാവില്ല. അപ്പോൾ അത് മനസ്സിലായില്ലേ? വഫിൽ ഹദീസി മാ മിൻ അബ്ദിൻ യമുറു ബിഖബരി റജുലിൻ, ഏതെങ്കിലും ഒരു അബ്ദ് ഒരു റജുലിൻ്റെ ഖബറിൻ്റെ അടുക്കലേക്ക് കൂടി വളർന്ന് കാന യരിഫുഹു ഫി ദുനിയ, ദുനിയാവിൽ വെച്ച് പരിചയമുള്ളത്. ഫയസല്ലിമു അലൈഹി, അവൻ്റെ മേൽ സലാം പറഞ്ഞാൽ ഇല്ല അറഫഹു, അവൻ അത് മനസ്സിലാവും. വറദ്ദ അലൈഹി സലാം, സലാം അടക്കുകയും ചെയ്യുന്നതാണ്. ഓ ഖബറിൽ പാർത്തിക ജീവിതത്തിൽ ആഫിയത്തില്ല, ഫിദ്ദീനി ദുനിയാവൽ ആഖിറ എന്ന് പറയുന്നില്ലേ? അൽ ഹദീസ് അഖ്റജഹു മുസ്ലിം, കണ്ടോ? അല്ല അതല്ലല്ല, അതിൻ്റെ സനദ് എത്ര നമ്പറാണ്? 3 അല്ലേ?
ഇബ്നു അസാക്കിർ വൽ ഖതീബ് ഖാല ഇബ്നു സയ്യിദ് വലഅല്ല അൽ മുറാദ അന്നഹു യറുദ്ദു സലാം എന്ന് പറഞ്ഞ ആ റദ്ദ് എങ്ങനെയാണെന്നാണ് ചോദിക്കുന്നത്. ഒന്നിക്ക് ബിലിസാനിൽ ഹാലി, ലിസാനുൽ ഹാല് കൊണ്ടാവാം, ലാ ബിലിസാനുൽ മഖാൽ, നാവ് കൊണ്ടായിക്കൊള്ളുന്നില്ല. നാവ് കൊണ്ടാകുന്നതിന് കുഴപ്പമില്ല, അങ്ങനത്തെ രാവിലെയൊക്കെ അബ്ദുൽ വഹാബ് ഷാരാണിമാ പറഞ്ഞല്ലോ, നീ ഒരു വലിയൻ്റെ കബറിനടുക്കിലേക്ക് പോയിട്ട് എന്തോ ഓതി, സുബ്ഹാനല്ലാഹോ തസ്ബീഹോ സലാത്തോ, ആ വലിയ കൂട്ടത്തിൽ മൂപ്പൻ നിൻ്റെ കൂടെ കൂടുന്നുണ്ടെന്ന്. അല്ലോ ഞാൻ എത്രയോ അനുഭവിച്ച ആളാണ്, എനിക്ക് അനുഭവിച്ചിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞ വിശ്വസിച്ചോളിന്ന്. കവായിട്ട് സൂഫി അവിടെ തന്നെ ഉണ്ടാകും. അപ്പോൾ ലിസാനുൽ ഹാല് കൊണ്ടാണ്, ലിസാനുൽ മക്കാല് കൊണ്ടല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇബ്നു സയ്യിദ് പറഞ്ഞ ശരിയാണോ? യുഅയ്യിദുഹു മാ വറദ ഫീ ബഅദിൽ അഖ്ബാർ, ചില ഹദീസിൽ വന്നത് അതിനെ ശക്തിപ്പെടുത്തും. എന്താണ്? മിൻ അന്നഹും യതഅസ്സഫൂന അല ഇൻഖിതാഇൽ അഅമാലി അൻഹും, ഈ ഖബറിൽ കിടക്കുന്ന ആളെ തൊട്ട് അമലെല്ലാം മുങ്കത്തിയായി പോയല്ലോ എന്ന് പറഞ്ഞിട്ട് അവർ ദുഃഖിക്കുന്നു. അപ്പോൾ ലിസാനുൽ മക്കാല് കൊണ്ട് പറയാൻ കഴിയും അമൽ മുങ്കത്തി ആയിട്ടില്ലല്ല. ഹത്താ യതഹസ്സറൂന അലാ റദ്ദി സലാം, സലാം അടക്കാൻ പോലും കഴിഞ്ഞില്ലല്ലോ എന്നെന്താകും ദുഃഖം രേഖപ്പെടുത്തും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇബ്നു സയ്യിദ് പറഞ്ഞത് ഏകദേശം ഒക്കുന്നുണ്ടായി തിണ്ടില്ലപ്പാ. قال الإمام السيوطي رضي الله عنه പറയുന്നു, الأحاديث والآثار تدل على أن الزائر متى جاء علم به المزور. ആസാറുകളും അഹാദീസുകളും അറിയിക്കുന്ന എന്തിൻ്റെ മേലെ ഒരു സായിർ, സിയാറത്തിന് പെരുന്നാൾ മത്താ ജാ, എപ്പം വന്നാലും അലിമ ബിഹിൽ മസൂർ, ആ സിയാറത്ത് ചെയ്യപ്പെടുന്ന വ്യക്തി അറിയുന്നുണ്ട്. വസമിഅ കലാമഹു, അവൻ്റെ കലാമ് കേൾക്കുന്നുണ്ടെന്നും, വഅനിസ ബിഹി, അവനെ കൊണ്ട് ഈനാസാകുന്നുണ്ട് എന്നും, വറദ്ദ അലൈഹി, സലാം അടക്കുന്നുണ്ടെന്നും. വഹാദ, ഈ പറഞ്ഞത് ആമ്മുമാണ്, പ്രത്യേകതല്ല. ഫി ഹക്കി ശുഹദാഇ വഗൈരിഹിം, ശുഹദാക്കൾക്കും അത് ബാധകമാണ്, അല്ലാത്തവർക്കും ഉണ്ട്. ഏത് ഇനി വഅന്നഹു ലാ തൗഖീത ഫീ ദാലിക, അതിന് ഒരു വഖ്ത് നിശ്ചയിക്കലില്ല. മതാ ജാ എന്നല്ലേ പറഞ്ഞു. അപ്പോൾ എപ്പം പോയാലും വഹുവൽ അസഹു, അതാണ് അസഹു, പ്രത്യേക സമയം എന്ന് വെക്കണ്ട. ലിഅന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശറഅ ലിഉമ്മത്തിഹി അൻ യുസല്ലിമു അലാ അഹ്ലിൽ ഖുബൂർ, ഖബർ ആളുകളെ മേൽ സലാം പറയാൻ വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശറഅാക്കി തന്നിട്ടുണ്ട്. ഇന്ന സമയത്ത് എന്ന് പറഞ്ഞിട്ടില്ല. സലാമ മൻ യുഖാതിബൂന അൻ യസ്മഉ വയഅഖിലു, കേൾക്കുകയും കാര്യം മനസ്സിലാക്കുകയും ചെയ്യുന്നവരോട് ചെയ്യുന്ന അതേ ഖിതാബൻ ഞാൻ അസ്സലാമു അലൈക്കും എന്ന് പറയും. അപ്പോൾ ജമാഅത്തിനോട് പറയുമ്പോഴല്ലോ സമാഉം അഖിലും എല്ലാം ഉള്ള ആളോട് പറയുന്ന അതേ കോലത്തിലാണ് എന്താക്കുന്നത് സലാം പറയാൻ പറഞ്ഞിട്ടുള്ളത്. ഖാല അർബാബുൽ ഹഖീഖത്തി, സൂഫിയാക്കൾ പറഞ്ഞു, ലിർറൂഹി ഇത്തിസാലും ബിൽ ബദൻ, റൂഹിന് ശരീരവുമായി ബന്ധമുണ്ട്. ഫഇന്ന ശൈനൽ അർവാഹി ഗൈറു ശൈനുൽ അബ്ദാൻ, അർവാഹിൻ്റെ കാര്യങ്ങൾ എന്നല്ല ബദനിൻ്റെ ശൈലി പോലെയല്ല. അർവാഹിൻ്റെ ഹക്കം വേറെയാണ്. ഇവിടെ തെറ്റുപറ്റുന്നതായിരിക്കാന്നറിയോ? ഗായിബിനെ പിടിച്ചിട്ട് ഷാഹിദിനെ നമ്മൾ ഖിയാസാക്കി, അവിടെ തെറ്റുപറ്റു. ഏത് ഗായിബ് എന്ന് പറഞ്ഞാൽ ആരെന്ന് അർവാഹിങ്ങനെ നമുക്ക് കാണാൻ കഴിയുന്നില്ല, അബുദാന് കാണാൻ കഴിയുന്നു. അപ്പോൾ ഈ അബുദാനിൻ്റെ ഹുക്കം എടുത്തിട്ട് ആർക്ക് കൊടുത്ത് അർവാഹിന് കൊടുത്താലും തിരിച്ചു കൊടുത്താലും ഖിയാസൊക്കൂല. രണ്ടും രണ്ട് ഹുക്കുമിലാ പോകുന്നു. എല്ലാം പിന്നെ എന്താവും? നായനെ തോന്നുന്ന ആൾ പറഞ്ഞ മാതിരിയാവും. കാലു കൽബിൻ പറയറൂന കാലു, നായനടിച്ചത് ലഹു കശാത്തിൻ, നാലുകാലും ബാലു എന്നാന്ന് പറഞ്ഞ ജാമ്യ കണ്ടത്. ആട്ടിനെ നോക്കുമ്പോൾ 4 കാലുണ്ട് ബാലും ഉണ്ട്, അതുകൊണ്ട് ചാപ്പിടുന്നു. നായനെ നോക്കുമ്പോൾ 4 കാലും ബാലും അടുക്കറ തിന്നു. ഇതെന്ത് ഖിയാസം? അപ്പം ഹായിബും ഷാഹിദും തമ്മിൽ ഖിയാസാക്കലാണ് തെറ്റുപറ്റിയത്. അപ്പം فيعتقد أن الروح التي إذا شغلت مكانا لم يكن أن تكون في غيره. അപ്പോൾ ഇവനെന്താക്കുക എത്തിക്കാതെ ചെയ്യും, റൂഹ് ഒരു സ്ഥലത്ത് ശുഗലായ മറ്റൊരു സ്ഥലത്ത് അതിന് ബന്ധമില്ല എന്ന് മനസ്സിലാക്കിയിരിക്കും. ഈ സാധനം ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ബന്ധമില്ല. അതെന്തുകൊണ്ട്? ജിസ്മായതുണ്ടാവും. റൂഹിന് അങ്ങനെയല്ല. റൂഹിൻ്റെ മസാഫത്ത് കസാഫത്ത് എന്നുള്ളത് അതിന് ബാധിക്കുകയില്ല.
വഖദ് മസ്തലബാദുഹും ബിശംസി ഫിസ്സമാ. ഇതിന് ഉദാഹരണം പറഞ്ഞിട്ടുണ്ട് ആകാശത്തിലുള്ള സൂര്യൻ, വസ്വഅഹ ഫിൽ അർള്, അതിൻ്റെ പ്രകാശം എവിടെ കിട്ടുന്നു? ഭൂമിയിലാണ് കിട്ടുന്നു. അപ്പോൾ ആകാശത്തിലും ഭൂമിയിലായിരിക്കും വന്നിട്ടുണ്ട്, സൂര്യനിക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ ദാത്ത് അടക്കുന്നുണ്ട് അള്ളാഹ് നിശ്ചയിച്ച ഫലക്കിൽ. അതിൻ്റെ പ്രകാശം എവിടെ കിട്ടുന്നു? ഭൂമിയുടെ മുക്കും മുലകളിൽ. കാർ റൂഹി, അതാണ് ഉദാഹരണം. കാർ റൂഹിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളെ റൂഹ് പോലെ യറുദ്ദു അലാ മൻ യുസല്ലി അലൈഹി ഇൻദ ഖബ്രിഹി, തങ്ങളെ ഖബറിൻ്റെ അടുക്കൽ വെച്ച് സലാത്ത് പറയുന്നവർക്ക് തങ്ങൾ മടക്കുന്നുണ്ട്. ദായിമൻ, ഏത് കാലത്തും. കമാ ഖാല അലൈഹിസ്സലാം മാ മിൻ അഹദിൻ യുസല്ലിമു അലയ്യ ഇല്ലാ റദ്ദല്ലാഹു അലയ്യ റൂഹി ഹത്താ റദ്ദ അലൈഹിസ്സലാം. മറ്റൊരു ചർച്ച ഇതാണ്. ഏതൊരു മനുഷ്യനാവട്ടെ എൻ്റെ മേൽ സലാം പറഞ്ഞാൽ അള്ളാഹു തആല എൻ്റെ റൂഹിനെ മടക്കും. അതിന് സലാം മടക്കാൻ വേണ്ടി. ഈ മടക്കൽ എന്ന് പറഞ്ഞാൽ തടിയിലേക്ക് ഹയാത്തിന് വേണ്ടിയുള്ള റൂഹല്ല. അങ്ങനെയാണെങ്കിൽ അവിടെ വെറും ശരീരം കിടക്കുന്നതിൽ അർത്ഥം കിട്ടില്ലേ? അള്ളാഹുവിൻ്റെ അദീമായ ഷുഹൂദിൽ ജംഉൽ ജമ്മിലായിരിക്കും തങ്ങളുടെ അവസ്ഥ. അപ്പോൾ ഇടക്ക് കയറിയാൽ സാധാരണ പരിഗണിക്കാണ്ടിരിക്കലാണ് വേണ്ടത്. കാരണം ആനക്കാര്യം ചിന്തിക്കുമ്പോൾ ചേനക്കാര്യം തള്ളൂ. പക്ഷെ സലാം പറഞ്ഞാൽ ഒരു പ്രത്യേക സ്ഥാനം കൊടുത്തുകൊണ്ട് എന്താക്കും? സലാം അടക്കാൻ വേണ്ടി ഞങ്ങൾക്ക് തിരിഞ്ഞു. ഒരാറ്റും കൂടെ അറിയാതെ മത്താക്കാം. സലാമിന് ചുരുക്കം വിഷയം തീർന്നു. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു ലയജ്മഅന്നകും ഇലാ യൗമിൽ ഖിയാമത്തി ലാ റൈബ ഫീഹി വമൻ അസ്ദഖു മിനല്ലാഹി ഹദീസാ. അല്ലാഹുവിൻ്റെ തൗഹീദാണ് പറയുന്നത്. അല്ലാഹു എന്നുള്ളത് മുബ്തദയാണ്, ഖബറുഹു ലാ ഇലാഹ ഇല്ലാഹു എന്നുള്ളത്. അതറിയാല. ഐ ലാ ഇലാഹ ഫിൽ അർളി വലാ ഫിസ് സമാഇ ഗൈറുഹു. ആകാശത്തിലാവട്ടെ ഭൂമിയിലാവട്ടെ എവിടെയാവട്ടെ അള്ളാഹു അല്ലാത്ത ഇലാഹു വേറെ ഒന്നുമില്ല. അത് തൗഹീദ്. ഇനിയോ ലയജ്മഅന്നകും ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിൻ്റെ ദിവസത്തിൽ എന്താക്കും? നിങ്ങളെ അള്ളാഹു തആല ഒരുമിച്ച് കൂട്ടും. അപ്പം ലയജ്മഅന്നകും എന്നുള്ളത് ലാമ് തഅക്കീദാണ്. അപ്പം അതിന് മുമ്പൊരു കസമുണ്ടാവും. അതാണ് വല്ലാഹി എന്ന് കൂട്ടിക്കൊടുത്തത്. ലയഹ്ശുറന്നകും മിൻ ഖുബൂരിക്കും, നിങ്ങളെ ഖബറിൽ നിന്ന്. ഇലാ യൗമിൽ ഖിയാമത്ത് എന്താണ്? ഇലാ ഹിസാബ് യൗമിൽ ഖിയാമ. അപ്പോൾ അവിടെ ഒരു മുദാഫിൻ ഉണ്ട്. ഹിസാബ് ഖിയാമത്ത് നാളിൻ്റെ ദിവസത്തിൽ ഹിസാബ് എടുക്കലിലേക്ക്. വൽ ഖിയാമത്ത് എന്താ? ബിമാനൽ ഖിയാമി, ഖിയാമിൻ്റെ മാനക്കാണ് ഖിയാമത്ത് അല്ലേ? താഗന്തിന് വത്താവുലിൽ മുബാലഗ, മുബാലകൻ്റെ താഗാണ്. ലിഷിദ്ദത്തി മാ യഖഉ ഫീഹി മിനൽ ഹൗൽ, അന്നത്തെ ദിവസത്തിൽ ഭയങ്കരമായ സംഭവങ്ങളൊക്കെ ഉണ്ടാകും. അതിനെ ശിദ്ധത്തിനെ സൂചിപ്പിക്കാൻ എന്താക്കിയത്? താഴ് കൊടുത്തു ഖിയാമത്ത്. ഇനി ആ ഖിയാമത്തിനെ പറ്റി പറയുന്നു ലാ റൈബ ഫീഹി, അതിലൊരു റൈബും ഇല്ല. ഹാല കൗനി ദാലിക്കൽ യൗമി ലാ ശക്ക ഫീഹി അന്നഹു കാഇനുൻ ലാ മഹാല, ഒരു സംശയവുമില്ല അത് സംഭവിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞു. എന്നിട്ട് പറയുന്നു വമൻ അസ്ദഖു മിനല്ലാഹി ഹദീസാ, അള്ളാഹുവിനേക്കാൾ വാർത്തയിൽ സത്യം പറയുന്ന ആൾ വേറെ ആരാളുള്ളത്? ഏറ്റവും സിദ്ഖ് പറഞ്ഞവൻ അള്ളാഹുവാണ്. ഇൻകാറുൻ ലിഅൻ യകൂന അഹദുൻ അക്സറ സിദ്ഖൻ മിൻഹു, അള്ളാഹുവിനേക്കാണ് സിദ്ഖുള്ള ആൾ ആരെങ്കിലും ഉണ്ട് എന്ന് പറഞ്ഞതിന് ഇൻകാറാണ്. അള്ളാഹിനെ കവിച്ചിട്ട് വേറെ ആരാളുള്ളത്? ഫഇന്നഹു ലാ യതദറഖുൽ കദിബു ഇലാ ഖബരിഹി, അള്ളാഹുവിൻ്റെ ഖബറിലേക്ക് കളവ് എന്നുള്ളത് അടുക്ക് പോലും ചെയ്യൂല. എന്തുകൊണ്ട്? ലിഅന്നഹു നഖസുൻ, ഈ കളവ് എന്നുള്ളത് നഖസാണ്. അള്ളാഹു തആല ബഹുവ, അത് അലല്ലാഹി മുഹാലുൻ, അള്ളാഹ്ക്ക് നഖസ് ഉണ്ടാകണം എന്താണ്? മുഹാലാണ്. വഫിൽ ഹദീസി, ഹദീസിലുണ്ട് കദ്ദബനി ഇബ്നു ആദം, മനുഷ്യൻ എന്താക്കുന്നറിയോ? എന്നെ കളവിലേക്ക് ചേർക്കുന്നു. എന്നുവെച്ചാൽ നസബനി ഇലൽ കദിബി, കളവ് പറഞ്ഞു. വലം യകുൻ ലഹു ദാലിക, അത് അവന് പാടില്ല, അവൻ ചെയ്ത തെറ്റാണ്. യാനി ലം യകുനി തക്ദീബു ലായിഖൻ, കളവിലേക്ക് ചേർക്കല് പറ്റിയതല്ല. ബൽക്കാന ഖതഅൻ, അത് ഖതഅൻ. വശതമനി, എന്നെ ചീത്ത പറയുന്നുണ്ട്. വലം യകുൻ ലഹു ദാലിക, അതും അവൻ അനുവദനീയമല്ല. എന്തുകൊണ്ട്? അപ്പം മനുഷ്യൻ രണ്ട് തെറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് അള്ളാഹിൻ്റെ ഹക്കിൽ.
മറ്റൊന്ന് ചത്തണം. ഫഅമ്മാ തക്ദീബുഹു ഇയ്യായ, എന്നെ കളവാക്കൽ എന്ന് പറഞ്ഞതാണ്. ഫഖൂലു ലൻ യുഈദനി കമാ ബദഅനി, എന്നെ ആദ്യം സൃഷ്ടിച്ചിട്ടുണ്ട്, പക്ഷേ എന്നെ ഖബറിൽ നിന്ന് മടക്കാൻ കഴിയൂല എന്നൊരു വാദം. സൃഷ്ടിച്ചോ എനിക്ക് മടക്കാൻ കഴിയില്ല എന്നെന്താ പറയുന്നത്? അത് രണ്ടും കൂടെ നോക്കിയാൽ ഒന്നെങ്കിൽ രണ്ടും തുല്യമാകണം, എല്ലാം ഒന്നും ഒന്നിനാക്കണം, പ്രയാസമാകണം. രണ്ട് ഹിറ്റുമാരെല്ലാം ആകണ്ടാവുള്ളൂ. രണ്ടും തുല്യമാണെങ്കിൽ ഇതിന് കഴിഞ്ഞാൽ ഇതിന് കഴിയില്ലേ? ആ, എല്ലാം ഒന്നൊന്നിനാക്കാണ് കടുപ്പം പറയാം. ഏതാണ് കടുപ്പോ? അവിടെ രണ്ട് ഹിത്യന്മാരുണ്ട്. ആദ്യം തുടങ്ങുന്നത് കുറച്ച് കടുപ്പാന്ന് മടക്ക്. അപ്പോൾ കടുപ്പം കൂടിയ ഒന്നിന് സാധിച്ചു, എനിക്ക് കടുപ്പം കുറഞ്ഞു കഴിയൂലേ? തിരിച്ചു വെച്ചാൽ അങ്ങനെ തന്നെ കിട്ടുക. നാലാമത്തെ ഹിത്യമാല് പറഞ്ഞിട്ട് പിന്നെ അതാ പറയുന്നത്, വലൈസ അവ്വലൽ ഖൽഖി ബിഅഹ്വന അലയ്യ മിൻ ഇആദതിഹി, ആദ്യം ഇല്ലായ്മയെന്ന് പഠിച്ചില്ലേ? അത് അത്ര എളുപ്പമല്ലല്ലോ ഇവർ മടക്കുന്നതിനാക്കാണ്. അപ്പോൾ മടക്കുന്നത് കുറച്ച് എളുപ്പമാണ് പറഞ്ഞു നോക്കിയാൽ. വഅമ്മാ ശത്മുഹു ഇയ്യായ, എന്നാ ചീത്ത പറഞ്ഞെന്ന് പറഞ്ഞില്ലേ? ഇപ്പൊ ഇത്തഖദല്ലാഹു വലദ, അല്ലാഹു തആലാക്ക് മക്കളുണ്ട് എന്ന് പറയുന്ന വാദമാണ്. നോക്ക്, വഅനൽ അഹദു സമദു, ഞാനാണെങ്കിലോ അഹദുമാണ് സമദുമാണ്. ലം യലിദ് വലം യൂലദ്, അപ്പോൾ മക്കളെല്ലാം പോയി. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, ഇതാണ് അല്ലാഹുവിന്റെ വസ്തു. അപ്പം ഇല്ലാത്തത് പറഞ്ഞു. വെക്കുന്നെങ്കിൽ വെക്കാം.